ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ക്ലീനിങ് ടിപ്സാണ്. നമ്മളെപ്പോഴും കുറേ ടൈം എടുക്കുന്നതാണ് വീട് ക്ലീനിങ്ങിനും ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ നമ്മൾക്ക് ഈസി ആയിട്ട് ഒരുപാട് ചിലവില്ലാതെ ക്ലീനിങ് ചെയ്യാം എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ എയർ ഫ്രഷ്നർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വീട് മുഴുവൻ നല്ല സുഗന്ധമായിരിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സും കൂടെ പറയുന്നുണ്ട്. ഇതേപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമും കിച്ചണും എല്ലാം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളും മൈക്രോവേവും ഒക്കെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്തൊക്കെയാണ് ക്ലീനിങ് ടിപ്സ് എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഗ്രില്ല് ചെയ്യുന്നവരാണെങ്കിൽ മൈക്രോവേവ് ഒക്കെ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും. അപ്പം ആദ്യത്തെ ടിപ്പ് എങ്ങനെയാണ് മൈക്രോവേവ് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. ഇതിനൊരുപാട് ചിലവൊന്നും ആവശ്യമില്ല. ആദ്യമേ തന്നെ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നാരങ്ങ പിഴിഞ്ഞതിൻ്റെ തൊണ്ട ഇട്ട് കൊടുത്താലും മതി, എന്തായാലും കുഴപ്പമില്ല. അത് ഇട്ട് കൊടുത്തതിന് ശേഷം മൈക്രോവേവിനകത്തോട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ഓൺ ചെയ്യുക. വെറുതെ മൈക്രോവേവ് 5 മിനിറ്റ് നമ്മൾ ചൂടാക്കുന്ന പോലെ ഓൺ ചെയ്തിട്ടാൽ മതി. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മൈക്രോവേവ് നല്ലപോലെ ചൂടായിട്ടുണ്ടായിരിക്കും. അപ്പം ഇതൊന്ന് തണുത്തതിന് ശേഷം മൈക്രോവേവ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ നാരങ്ങയുടെ തൊലിക്കകത്തോട്ട് പേസ്റ്റാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇത് ഉരയ്ക്കുന്നത്. നല്ല പോലെ എല്ലാ സൈഡിലേക്കും ഉരച്ചു കൊടുക്കുക. ഡോറിലും ഇതിൻ്റെ ഉൾഭാഗത്തും എല്ലാ സൈഡിലും ഉരച്ചു കൊടുക്കാം. നാരങ്ങയാവുമ്പം എണ്ണയുടെ അംശം ഉണ്ടെങ്കിലും അഴുക്കും എല്ലാം പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം തണുത്ത് കാണും കുറച്ച്. അപ്പം ആവശ്യമാണെങ്കിൽ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഉരച്ചു കൊടുക്കുക. ഇതേപോലെ എല്ലാ സൈഡും ഉരച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ക്ലീൻ ആവട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ മൈക്രോവേവ് നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് പഴയ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ വെച്ചിട്ടോ തുടച്ചു കൊടുത്താൽ മതി. അതോടെ നമ്മളുടെ മൈക്രോവേവ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ഡോറെല്ലാം കണ്ടില്ലേ, നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഗ്രില്ല് ചെയ്യുമ്പം തെറിച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സൈഡിലും അതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസും എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളുടെ മൈക്രോവേവ് നല്ല ക്ലീനായി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ടൈം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ക്ലീൻ ആയിരിക്കും, അതേപോലെ തന്നെ നല്ലൊരു മണവും കൂടിയായിരിക്കും. അടുത്തതായിട്ട് ഗ്യാസ് സ്റ്റൗ ആണ് ക്ലീൻ ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ എപ്പോഴും എണ്ണയുടെ അംശവും ഇതേപോലെ എന്തെങ്കിലും പോയതും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാരങ്ങയും പേസ്റ്റും തന്നെ ആയാൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് നേരം ഉരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിഴിഞ്ഞ നാരങ്ങ ഇതേപോലെ ഒരു ബോക്സിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. നമ്മൾക്ക് ക്ലീനിങ്ങിലെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സൈഡിലും ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. നമ്മളതിൻ്റെ ബേർണറിൻ്റെ അടിയിലും എല്ലാ സൈഡിലും ഇതേപോലെ ഉരച്ചു കൊടുക്കാം. എന്നിട്ടിത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പഴയ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അതോടെ നമ്മളുടെ ഗ്യാസ് സ്റ്റവും ക്ലീനായി കഴിഞ്ഞു. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഗ്യാസ് സ്റ്റവിനൊക്കെ നല്ലൊരു തിളക്കം കൂടെ കിട്ടും. എത്ര എളുപ്പത്തിലാണ് നമ്മൾ മൈക്രോവേവും ഗ്യാസ് സ്റ്റവും ക്ലീൻ ചെയ്തെടുത്തത്. ഇനി ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമാണ്. ഒരുപാട് പ്രാവശ്യം നമ്മളിത് വെള്ളം തിളപ്പിക്കുമ്പം ഇതേപോലെ കളറ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ ആദ്യമേ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് പേസ്റ്റും നാരങ്ങയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നാരങ്ങ നമ്മൾ പിഴിഞ്ഞത് ഞാനിതുപോലെ ബോക്സിലാക്കി വെക്കാറുണ്ട്. അപ്പം അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ്ങിനെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള കറിയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ടിത് 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. കുറച്ച് ചൂടാറി കഴിയുമ്പം ഞാൻ ഈ വെള്ളം വേറെ പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ വെള്ളവും നമ്മൾക്ക് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം. ഇനി ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് കുറച്ചും കൂടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നാരങ്ങയും എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള കറിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നാരങ്ങ വെച്ചിട്ട് തന്നെ ഉരച്ചു കൊടുത്താൽ മതി. അപ്പോഴേ തന്നെ കറയെല്ലാം ഇളകിപ്പോകാൻ തുടങ്ങും. കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. ഞാനിവിടെ ഒരുപാട് നേരം വെക്കുന്നില്ല. എന്നിട്ട് തന്നെ ഇതിൻ്റെ കറയെല്ലാം ഇപ്പം ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ കറയുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കറയെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അടുത്തതായിട്ട് സിങ്കാണ് ക്ലീൻ ചെയ്യുന്നത്. സിങ്ക് ക്ലീൻ ചെയ്യാനും ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. നമ്മൾ മീനോ ചിക്കനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടായിരിക്കും സിങ്കിൽ.
നാരങ്ങയും പേസ്റ്റും കൂടെ ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഴുക്കെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും. സിങ്കൊക്കെ നല്ല പോലെ തിളങ്ങാനും തുടങ്ങും. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഇനി ഞാനിവിടെ സിങ്കൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. മീനിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ മണം പോകാനും കൂടെ നാരങ്ങ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങളാണ്. ഏത് പാത്രമായാലും കുഴപ്പമില്ല, എത്ര അഴുക്ക് പിടിച്ച കറിയായാലും പെട്ടെന്ന് തന്നെ ഇത് പോയി കിട്ടുകയും ചെയ്യും. നേരത്തെ ചെയ്ത പോലെ തന്നെ നാരങ്ങയ്ക്കകത്തോട്ട് പേസ്റ്റ് വെച്ച് ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അതോടെ നമ്മളുടെ ഈ പാത്രങ്ങളും ക്ലീനായി കിട്ടും. ശരിക്കും പറഞ്ഞാൽ നാരങ്ങയും പേസ്റ്റും ഉണ്ടെങ്കിൽ വീട് മൊത്തം നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നല്ലൊരു മണം കൂടിയായിരിക്കും വീടിനകത്ത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ പാത്രത്തിലെ കറയെല്ലാം പോയി കഴിഞ്ഞു. പാത്രം നല്ലപോലെ ക്ലീനായി കിട്ടി. ഇനി നമ്മൾക്ക് ഈ ക്ലീനിങ് സൊല്യൂഷൻ വേണമെങ്കിൽ കുറച്ച് ദിവസം ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം എടുക്കുക. അതിനകത്തേക്ക് പേസ്റ്റും നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നാരങ്ങയുടെ തൊലിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് വേണം നമ്മൾക്കിത് ഒരു ബോട്ടിലിനകത്താക്കാൻ. ഏതെങ്കിലും ഒരു ബോട്ടിലിൽ നിങ്ങൾ വെച്ചാൽ മതി. ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമ്മൾക്കിത് കിച്ചൺ കൗണ്ടർ ടോപ്പിലും ബാത്റൂമിലൊക്കെ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ അങ്ങനത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾക്കിത് ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചു വയ്ക്കാൻ. അപ്പം നമ്മളുടെ ക്ലീനിങ് സൊല്യൂഷനും റെഡിയായി കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു ബോട്ടിലിനകത്താണ് ഞാൻ ആക്കി വെക്കുന്നത്. ഇതാണെങ്കിൽ നമ്മൾക്ക് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തുടച്ചാൽ ക്ലീൻ ആവുകയും ചെയ്യും. പിന്നെ എണ്ണയുടെ അംശമൊന്നും ഉണ്ടായിരിക്കത്തില്ല അവിടെ. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കിച്ചണിലൊക്കെ നല്ലൊരു മണം കൂടിയായിരിക്കും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് ബാത്റൂമാണ് ക്ലീൻ ചെയ്യുന്നത്. ബാത്റൂമിലും ഇതേപോലെ തന്നെ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മിററും വാഷ് ബേസിനും എല്ലാം നമ്മൾക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. തറയിലും ഇതന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ എയർ ഫ്രഷ്നറൊന്നും ബാത്റൂമിൽ വെക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു മണം കൂടിയായിരിക്കും. ഒരുപാട് അഴുക്കായിട്ടുണ്ടെങ്കിൽ നാരങ്ങയ്ക്കകത്ത് നേരിട്ട് തന്നെ പേസ്റ്റ് വയ്ക്കാം. എന്നിട്ട് ഉരച്ചു കൊടുത്താലും മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ബാത്റൂമെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടി. ഈ മെത്തേഡ് ഒരുപാട് ചിലവില്ലാത്ത മെത്തേഡും കൂടിയാണ്. നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഉപയോഗിച്ച് കഴിഞ്ഞ പേസ്റ്റായാലും മതി, ഏത് പേസ്റ്റായാലും കുഴപ്പമില്ല. ബാത്റൂമിൻ്റെ സൈഡിൽ ഇതേപോലെ ഷെൽഫ് ഉണ്ടെങ്കിൽ ഇതൊരു തുണിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇതേ മെത്തേഡിൽ തന്നെ ബെഡ്റൂമിനകത്തെ മിററും നമ്മൾക്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി വെച്ച ആ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കുക. മിററൊക്കെ നല്ലപോലെ ക്ലീനായി കിട്ടും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്